കുട്ടികൾക്കൊക്കെ ഉണ്ടല്ലോ കഫക്കെട്ടും ചുമയൊക്കെ വന്നിട്ട് മാറാതെ നിൽക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. വളരെ നാച്ചുറലായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ കഫ് സിറപ്പ് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ടുണ്ടല്ലോ ഒരു 2-3 പനിക്കൂർക്കയുടെ ലീഫ് ഇതുപോലെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കുക. അതിനുശേഷം ഉണ്ടല്ലോ ഇതുപോലെ പപ്പടം കുത്തിയിട്ട് കോലയിൽ കുത്തിയിട്ട് ഗ്യാസ് കത്തിച്ചിട്ട് ഇതുപോലെ ജസ്റ്റ് ഇതുപോലെ ഒന്ന് കറക്കി കറക്കി കൊടുക്കുക. കത്തിച്ച് കളയല്ലോ കേട്ടോ, ഇല കത്തിച്ച് കളയല്ലേ. ജസ്റ്റ് ഇതുപോലെ ഒന്ന് കറക്കി കൊടുക്കുമ്പോൾ തന്നെ ഈ ഇല നല്ല രീതിയിൽ തന്നെ വാടി കിട്ടും. എന്നിട്ട് ഈ വാടി കിട്ടിയേക്കുന്ന ഈ ഒരു ഇല പയ്യെ ഊർത്തിയെടുക്കുക. കൈയൊന്നും പൊളിക്കരുത് കേട്ടോ. ഇനി നമുക്കൊന്ന് ചെറിയ ചൂടുണ്ടാവും. ഊർത്തി എടുത്തതിന് ശേഷം കൈ കൊണ്ട് നന്നായിട്ട് ഇങ്ങനെ ഞെരടി കൊടുക്കുക. അപ്പോൾ ഏകദേശം നമുക്കൊരു 3-4 പനിക്കൂർക്കയുടെ ലീഫാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ഞെരടിയിട്ടുണ്ടെങ്കിൽ ഏകദേശം കറക്റ്റ് 10 ml വെള്ളം കിട്ടും കേട്ടോ. ഈ ഒരു വെള്ളം നമുക്ക് ഇതുപോലെ നന്നായിട്ട് പിഴിഞ്ഞെടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിലേക്ക് ചേർക്കാനുള്ള എന്നാകുമ്പോൾ പനങ്കൽക്കണ്ടാണ് കേട്ടോ. ഈ ഒരു പനങ്കൽക്കണ്ട ഉണ്ടല്ലോ നല്ല രീതിയിൽ തന്നെ നമുക്ക് ചുമയും അതുപോലെ നെഞ്ചിൽ കഫം ഇളക്കാനൊക്കെ ആയിട്ടും ഇങ്ങനെ ഇൻഫെക്ഷനൊക്കെ ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ ഇളക്കി കളയും. ഈ കഫം ഇൻഫെക്ഷൻ അല്ല കഫം ഇളക്കി കളയും. അപ്പോൾ 2 കട്ട എടുക്കുക. 2 കട്ട എന്ന് പറയുമ്പം നമ്മൾ ഏകദേശം ഒരു 4 ഇലയ്ക്ക് 2 കട്ട കേട്ടോ, കുഞ്ഞ് സ്ക്വയർ കട്ട. എന്നിട്ട് അത് നമ്മൾ നന്നായിട്ട് മിക്സിയുടെ ചാറിലേക്ക് എന്തിലേക്ക് ഇങ്ങനെ എടുത്ത് പൊടിച്ചിട്ട് നമ്മൾ ആ ചാറിലേക്ക് മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല മധുരമായിരിക്കും. കുട്ടികൾക്ക് കഴിക്കാനും ഇഷ്ടപ്പെടും. ശരിക്കും കഫവും ജലദോഷവും ഉണ്ടെങ്കിൽ അതങ്ങനെ മാറിപ്പോകും. അപ്പോൾ നമ്മൾ കഫ് സിറപ്പ് കൊടുക്കുന്നതിന് പകരമായിട്ട് രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം രാത്രിയൊക്കെ ആയിട്ട് ഒരു 4 നേരമൊക്കെ ആയിട്ട് ഒന്ന് കൊടുത്തു നോക്കട്ടെ. നല്ല രീതിയിൽ കഫ് ഇളകുകയും അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ.